ഹായ് ഗൈസ്. സോ ഞാൻ ഇന്ന് എൻ്റെ മുടീൻ്റെ മുകളിൽ ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഗോണ കളർ മൈ ഹെയർ റെഡ്. ഞാൻ ഇതുവരെ അങ്ങനെ കളർ അടിച്ച് നോക്കിയിട്ടില്ല. റെഡ് ഇതൊക്കെ സലോണിൽ ചെന്ന് അടിച്ചതാണ്. വീട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ കളർ നോക്കിയില്ല. സോ നമുക്ക് ബേർഡ്സ് ഓഫ് പാരഡൈസിൻ്റെ ഒരു പാക്കേജ് നമുക്ക് PR പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ പൊളിച്ചിട്ടില്ലായിരുന്നു. സോ ഞാൻ കാണിച്ചു തരാം. ദിസ് വൺ ഈസ് ചെറി കോക്ക് കളർ. സോ ഞാൻ വിചാരിക്കുന്നു ഇത് അടിക്കാം. എൻ്റെ ഓൾറെഡി അടിച്ച കളറൊക്കെ ഏകദേശം ഫെയ്ഡ് ആയിട്ടുണ്ട്. സോ അതാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അവസാനം നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി എനിക്ക് 2 PR പാക്കേജ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് രണ്ടെണ്ണം യൂസ് ചെയ്യേണ്ടി വരുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഓൾ ദെയർ ഇൻസൈഡ്. വിളിച്ച് നോക്കാം. ഓക്കെ, കുറേ സാധനങ്ങളുണ്ട്. തൽക്കാലം ഇതൊക്കെ എവിടെ തട്ടാം. വാവ്, ഗ്ലോസി ക്രീം ഡെവലപ്പർ, ആൻറ്റി ഫെയ്ഡ് വൈൻ കണ്ടീഷണർ, ക്ലാസിക് കണ്ടീഷണർ, ഇത് പിന്നെ ഗ്ലൗസ്. ദിസ് വൺ ഈസ് ഗ്ലോസി ഹെയർ ടിൻഡ്, ഇത് അതിൻ്റെ ഗൈഡ്. ആൻഡ് ദിസ് വൺ ബ്രഷ്. സോ എനിക്ക് പാർസൽ വന്നൊരു ബോക്സാണ് കളറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കിത് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. ഫ്രോം ദ ഗ്ലൗസ് ഇത് കളർ ആൻഡ് ഡെവലപ്പർ. ഇത് ഡെവലപ്പർ, ഇത് കളർ ക്രീം. സോ ഐ തിങ്ക് ഇത് നമ്മൾ രണ്ടും പൊളിച്ചിട്ട് പാക്കറ്റിലേക്ക് ഇടണം. ആൻഡ് അവോയ്ഡ് യൂസിങ് എ മെറ്റാലിക് ബോൾ. ഓക്കെ, ആദ്യം ഗ്ലൗസ് ഇടണം, എന്നിട്ട് ഇത് രണ്ടും ഒഴിച്ചിട്ട് കളർ ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് ലീവ് ഇറ്റ് ഫോർ 30 to 45 minutes. ഇട്ട് നോക്കാം അല്ലേ ഗൈസ്? സോ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് കളർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഐ എം ടേക്കിംഗ് ഗ്ലോസി ക്രീം ഡെവലപ്പർ. ഗുഡ്. കുറച്ചെടുത്താൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് അധികം എടുത്തോന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ കുപ്പിയിൽ ഇനിയും ബാക്കിയുണ്ട്. ബാക്കി വെക്കണോ വേണ്ടയോ എന്നുള്ളത് എനിക്കിപ്പോഴും തീരുമാനമായിട്ടില്ല. ഫുൾ ഒഴിക്കണോ വേണ്ടയോ എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. empty the color and ഡെവലപ്പർ. ഓക്കെ, അപ്പോൾ ഫുൾ ഒഴിക്കണം. empty കർലോ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഗൈസ് എല്ലാം ചെയ്യുന്നത്. സോ തൽക്കാലം നമുക്ക് ഈ കുപ്പി ഇത് ഏകദേശം കാലിയായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. കുപ്പി തൽക്കാലം ഇങ്ങനെ വെക്കാം. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ആൻഡ് ദെൻ കംസ് ആർ കളറേജ്. ഓക്കെ, ഇത് പൊട്ടിക്കാനുള്ള ദൂരമുണ്ട്. ഓ ഗോഡ്, റെഡ് കളർ. അയ്യോ, ഇത് ഫുള്ള് കാലിയാക്കി കഴിഞ്ഞാൽ കളർ എന്താവും എനിക്ക് അറിഞ്ഞൂടാ. വീട്ടിൽ നിന്ന് എന്തായാലും നല്ല തെറി കേൾക്കാനുള്ള ഒരു സംഭവം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇത് ഫുള്ളെടുത്ത് എങ്ങനെയാ? ഫുള്ളെടുക്കണം, empty ചെയ്യാനാ പറഞ്ഞത്. ഗോഡ് സേവ് മീ. കുറേ ദിവസമായി ഇതിൻ്റെ ടീമിനോട് പറയുന്നത് ഞാൻ വീഡിയോ എന്നിടാം, നാളെ അയക്കാം, മറ്റന്നാൾ അയക്കാന്ന്. പക്ഷെ കുറേ ദിവസമായി ഞാൻ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. എനിക്ക് അറൗണ്ട് ജനുവരിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ചെയ്തില്ലായിരുന്നു. സോ ഗൈസ്, ഇത് കാലിയായി. ആൻഡ് ദ തിങ് വി നീഡ് ടു ഡു നെക്സ്റ്റ് ഈസ് ഗ്ലൗസ് ഇടാം. ക്യാമറയുടെ ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുണ്ട് എനിക്ക്. തൽക്കാലം ഗ്ലൗസ് ഇട്ടിട്ട് മാറ്റി പിടിക്കാം. തൽക്കാലം അത് കുറേ ഉള്ള പോലെ എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ആകെ ഒരു പാക്കറ്റേ എടുത്തിട്ടുള്ളൂ. ഈ മൂടിയിൽ കുറച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. നല്ല ചുവന്ന കളർ ഗൈസ്. കാണുന്നു. പക്ഷെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇനി ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോണിലൊക്കെ ആവും, വീഡിയോയില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തൽക്കാലം ഞാൻ ഇവിടെ ഒന്നും ഇടുന്നില്ല. ഇവിടെ അറ്റത്ത് മാത്രം കുറച്ച് ഇടുന്നുള്ളൂ.
കയ്യിലെടുപ്പം ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലോ. ആക്ച്വലി വെയിലത്തൊക്കെ നല്ലപോലെ കാണാനല്ലാണ്ട് ഓവറൊന്നും കാണിക്കുന്നു. മുടി നല്ലോണം കൊഴിയുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നതിന്റെ കൂട്ടത്തില്. ഇത് റെഡ് കളറിൽ ആവുന്നുണ്ടോ വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ തേക്കുന്നുണ്ട്. അതാണ് ഈ ഭാഗത്ത് മാത്രം കുറെ റെഡും മറ്റൊക്കെ തീരെ റെഡില്ലാണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. വെൽ ഈസി ആപ്ലിക്കേഷൻ ആണ് എനിവേ പാരഡൈസ്. തൽക്കാലം നമുക്ക് ഇതിങ്ങനെ കെട്ടി വെക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗം തുടങ്ങാം. കണ്ടോ, ആകെ അലങ്കോലമായിട്ടുണ്ട് എന്റെ മുടി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. മുന്നിൽ മാത്രം അടിച്ചാ ഇത് നമ്മക്കിന്ന് പോണ്ടേ? മുടിയൊന്ന് കൃഷി ചെയ്തിട്ട് കളറ് ഫുൾ കയ്യിലാവാണല്ലോ. മുടി കൊഴിച്ചില് അപാരം ഗൈസ്. അതിന്റെ ഇടയിൽ റൂം ക്ലീൻ ചെയ്യാൻ ആള് വന്നു. അതാണ് ഇപ്പൊ പോയത് കാണുന്നത്. തൽക്കാലം ഇതിൽ കുറെ സാധനം ഇനിയും ബാക്കിയുണ്ട്. ഞാൻ എടുത്തത് കുറഞ്ഞു പോയിട്ടാണോ, ലൈക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടാണോ അങ്ങനെ ബാക്കിയുള്ളത് എന്ന് അറിയാത്തോണ്ട് ഞാനിത് എന്തായാലും മൊത്തത്തിൽ തലയിലൊന്ന് തേക്കണം. അയ്യോ എന്റെ മുഖത്തൊക്കെ ആയി. രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ക്ലീനിങ്ങിന്. ഓ എന്റെ കയ്യിലൊക്കെ ആയി. എന്റെ ഒരു കൈ എവിടെയാണ്? എനിഹൗ എനിക്ക് ഇത്രയും സാധനം തീർത്തേ പറ്റൂ. സോ റെഡ് കളർ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിരിക്കും എന്തായാലും. അതൊക്കെ കുറേ ദിവസമായി ഇതിന്റെ കളയണം വിചാരിക്കുന്നു. ബട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇതിൻ്റെ ഞാൻ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ബട്ട് കളറിന് പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ചും കൂടി കിട്ടും. കാരണം ഇവിടെയാണ് എനിക്ക് മുടി കുറച്ച് കൂടുതലുള്ളത്. ഓ മുടി കഴിച്ചില്ല, ഇതിനിടെ കൂടെ മുടി കഴിച്ചില്ല. അയ്യോ അവസരം പറഞ്ഞു. അടിച്ചു വരുന്നു. എന്റെ ഊര പോയി ഗൈസ്. റെഡ് നല്ല രസം ഉണ്ടാവും വിചാരിക്കാം. അല്ല ഗൈസ്, വീട്ടിലൊക്കെ അവരുടെ ഒരു റിയാക്ഷൻ കിട്ടും. ബിക്കോസ് ഞാൻ റെഡ് അടിക്കുന്ന അവർക്കറിയില്ല. Oh my god, എന്റെ ബ്ലാക്ക് ഡ്രസ് ഇപ്പൊ കേറി. ബ്രോ can you turn on the fan? ഇവര് എന്നും ക്ലീൻ ചെയ്യാൻ വരും. നമ്മളിപ്പോ ഫാൻ ഇട്ടിട്ടേക്ക് ഇരിക്കുക. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവർ ഫാൻ ഓഫ് ആകും. പോകുമ്പോൾ ഫാൻ ഓണാക്കില്ല. പിന്നെ അങ്ങനെയാണ് ഇവിടെ സ്ഥിരം പരിപാടി. ഇതിന്റെ ഇടയിൽ കുറച്ച് വേണം. പാത്രം ഏകദേശം വഴിച്ച് കുറച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കി അവിടെ ഇവിടെ തേച്ചോട്ടെ. ഇങ്ങനെ ഓണം പോകും. അപ്പോൾ എന്റെ മുടിയുടെ നമുക്ക് കഴിച്ച് ഇത്രയേ ഉള്ളൂ എനിക്ക് മുടി ഫുള്ള്. വാവ്, can you see it? എന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് എന്റെ ഫ്രണ്ട് എനിക്ക് ചന്ദ്രൻ വിളിച്ചിരുന്നു.
കട്ടിൽ നല്ലോണം ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ലൈക്ക് ദിസ് വൺ. എന്ത് വെളുത്ത ബ്രഷായിരുന്നു, ഞാനത് ചോപ്പ് വെച്ച് ചോന്ന കുട്ടപ്പനാക്കി. അയ്യോ എനിക്ക് എരിയുന്നു ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതേപോലെ നിന്നിട്ട് ഞാൻ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ളത് ട്രാൻസിഷൻ കാണിക്കാം. ഓക്കെ, ഏകദേശം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. So let's take a fresh ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അവിടെ ഇവിടെ കുറേ കളറായിട്ടുണ്ട്. വെയിലത്ത് നല്ല കറക്റ്റ് മനസ്സിലാവുള്ളൂ. സോ വെയിൽ വേറെ ദിവസം ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ആഡ് ചെയ്യാം. അറ്റത്തൊക്കെ ഉണ്ട്. My hair is finally red and I'm so happy about it. How do you guys feel? ഇതിപ്പം എൻ്റെ മുടി കുറച്ച് ഷാമ്പൂ ഇട്ട് കൈൻഡ് ഓഫ് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ മുടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയാൽ നല്ല രസം ഉണ്ടാവും. സോ സ്ട്രെയിറ്റ് ആക്കിയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഇനി അടുത്തൊന്നും വേറെ കളറൊന്നും ഞാൻ ചെയ്യാൻ പോണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കളറിങ് ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേർഡ്സ് ഓഫ് പാരഡൈസിൻ്റെ ഹെയർ കളർ യൂസ് ചെയ്താൽ മതി. വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ കണ്ടല്ലോ, ജസ്റ്റ് മിക്സ് ചെയ്യുക, ഹെയറിൽ അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്യുക, അത്രയും പ്രൊസീജിയർ ഉള്ളൂ. ബ്ലീച്ച് ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ല കളർ കിട്ടുന്നതാണ്. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കളർ ചെയ്ത് നോക്കുക. ആൻഡ് ഇതിനെ പറ്റിയുള്ള ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കാം. ഞാൻ പോകുന്നു. ബൈ.